ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണത്തിൽ വിധി പുറപ്പെടുവിച്ച ജഡ്ജിമാർക്കെതിരെ ചീഫ് ജസ്റ്റിസിന് പരാതി. പൂരപ്രേമി സംഘമാണ് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയത്. ഉത്സവങ്ങളുടെ നടത്തിപ്പിനെയും മറ്റും ബാധിക്കുന്ന വിധമാണ് നിയന്ത്രണങ്ങളെന്നാണ് പരാതി. ആന എഴുന്നള്ളിപ്പ് കേസ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്തിലേക്ക് എത്താം. ഏതായാലും ഉത്സവങ്ങളുടെ നടത്തിപ്പിനെ ബാധിക്കും എന്നുള്ള പരാതിയാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. സജിത്ത് ചേരുന്നു. സജിത്ത്, രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ദേവസ്വങ്ങൾക്കെതിരെയെല്ലാം ഹൈക്കോടതി ജഡ്ജിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. ഈ വിഷയങ്ങൾ കൊണ്ടെല്ലാം തന്നെ മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റുക, ചീഫ് ജസ്റ്റിസിന് കൂടി പരാതി കൊടുക്കുന്ന രീതിയിലേക്ക് പോകുക, എന്തെല്ലാം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുകൂടിയാണ് പരാതി. അപ്പം ഈ ആന എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന നിയന്ത്രണം അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം പലയിടങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ആനപ്രേമി സംഘവും പൂര നടത്തിപ്പ് സംഘങ്ങളും ഒക്കെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ ഈ പൂര നടത്തിപ്പുകൾ തന്നെ അവതാളത്തിലാകുമെന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. ഈ ഹൈക്കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തറയിലെ ഈ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വനംവകുപ്പിന്റെ നടപടി ഉണ്ടാവുന്നത്. അത് കോടതിയിൽ വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഹൈക്കോടതിയുടെ മാനദണ്ഡങ്ങൾ മറികടക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് ചീഫ് ജസ്റ്റിസിന് പരാതി വന്നിരിക്കുന്നത്. പ്രധാനമായും ഈ ആനപ്രേമി സംഘവും പൂര നടത്തിപ്പുകാരും ഉന്നയിക്കുന്ന ഈ പരാതിയിൽ ഉന്നയിക്കുന്ന കാര്യം, ഈ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം അത് അപ്രായോഗികമാണ്. സംസ്ഥാനത്തെ പൂര നടത്തിപ്പുകൾ അങ്ങേയറ്റം പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇക്കാര്യം പുനഃപരിശോധിക്കണം. ബെഞ്ചിന്റെ നടപടിയിൽ തെറ്റുപറ്റി എന്നതാണ് ചീഫ് ജസ്റ്റിസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ജസ്റ്റിസുമാരായ ഡോക്ടർ MK ജയശങ്കർ നമ്പ്യാർ, ഒപ്പം തന്നെ P ഗോപിനാഥ്, ഇവർ രണ്ടുപേരും അടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യത്തിൽ ഈ തീരുമാനം, പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ഈ ബെഞ്ചിന്റെ നടപടിയിൽ വലിയ ഗുരുതരമായ പിഴവുകൾ പറ്റി എന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് നേരിട്ട് ഇടപെടണം എന്നതാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയിരിക്കുന്ന ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. എന്തായാലും സംസ്ഥാനത്ത് ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ സർക്കാരിനും വലിയ ആശയക്കുഴപ്പമുണ്ട്. കാരണം ഈ പൂരപ്രേമി സംഘത്തിന്റെ ആശയക്കുഴപ്പം അവർ ഉന്നയിക്കുന്ന പരാതിയെ സർക്കാരും ഏറ്റെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രിയും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡുകളുടെ പ്രത്യേക യോഗം വിളിച്ച് ഹൈക്കോടതി മാനദണ്ഡ പ്രകാരം എങ്ങനെ മുന്നോട്ട് പോകാം എന്ന കാര്യവും പരിശോധിച്ചു. ഞാനൊന്ന് ഇടപെടുന്നു. സജിത്ത്, പൂരപ്രേമി സംഘത്തിന്റെ ഭാഗമായ വിഷ്ണുദത്ത് മേനോൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വിഷ്ണുദത്ത് മേനോൻ, ഇങ്ങനെ ഒരു പരാതി ചീഫ് ജസ്റ്റിസിന് നൽകുക, അതായത് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന്, ജഡ്ജിമാരുടെ ഭാഗത്തു നിന്ന് നീതിപരമല്ലാത്ത ഒരു തീരുമാനമുണ്ടായി എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു അധിക്ഷേപവും ആരോപണം കൂടിയാണല്ലോ ആ പരാതി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ശ്രീ വിഷ്ണുദത്ത് മേനോൻ, കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാം. ഹലോ, ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? കേട്ടിരുന്നു. വ്യക്തമായിട്ട് അതിനുള്ള തെളിവുകളും കാര്യങ്ങളും നമ്മളുടെ പക്കലുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ 2 ജസ്റ്റിസുമാരും പെറ്റ എന്ന സംഘടനയുടെയും സംഗീത അയ്യരുടെയും ഒപ്പം പല പ്രവർത്തികളിലും പങ്കെടുക്കുകയും പണ്ട് സംഗീത അയ്യർ എന്ന വിദേശ വനിത, പൂരം മുടക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് നടക്കുന്ന വിദേശ വനിതയ്ക്ക് വേണ്ടി പല കേസുകളിലും അപ്പിയർ ചെയ്തിട്ടുള്ള അഭിഭാഷകരാണ് ഇവരാണ് ഇപ്പോൾ ഈ പാനലിലുള്ള വക്കീലന്മാർ. ഇവരാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത് പുനർപരിശോധിച്ചാൽ മനസ്സിലാവും ഇതിന്റെ പിന്നിൽ വിദേശ ശക്തികളുടെ കളിയുണ്ട്. അതായത് സംഗീത അയ്യരെ പോലെയും വെങ്കിടാചലത്തിനെ പോലെയും പൂരം മുടക്കണം എന്ന് ലക്ഷ്യം വെച്ച ഒരുപാട് പേര് ഇതിന് പിന്നിലുണ്ട്. അവരുടെ ഒത്താശയ്ക്ക് അനുസരിച്ച് പെരുമാറുന്ന രീതിയിലാണ് ജസ്റ്റിസ് ഈ രീതിയിൽ നിയമങ്ങൾ വളച്ചൊടിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പുനർപരിശോധന ഉണ്ടായി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്, തൃശൂർ പൂരം നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അതിനെ സംരക്ഷിച്ചുകൊണ്ട് വേണം നിയമങ്ങൾ ഓരോന്നും ചിട്ടപ്പെടുത്താൻ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം അല്ല ഉണ്ടായിരിക്കുന്നത്. തികച്ചും നമുക്ക് ഒരിക്കലും തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ നിയമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും മീറ്റർ അകലൊക്കെ ആനകളെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം റൗണ്ട് മൊത്തം തികയില്ല 15 ആനകളെ നിർത്താൻ. ഹലോ, ശ്രീ വിഷ്ണുദത്ത് മേനോൻ, പറഞ്ഞോളൂ. അപ്പോ അത്തരത്തിലുള്ള നിയമനിർമ്മാണം ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ പൂരം മുടക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടിരിക്കുന്ന ആൾക്കാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അഭിഭാഷകരാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത്. അത് ചീഫ് ജസ്റ്റിസ് നേരിട്ട് ഇതൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളോ അല്ലെങ്കിൽ ഇവരുടെ മറ്റു പ്രവൃത്തികളോ അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം
ഇവര് പെറ്റ എന്ന സംഘടനയ്ക്ക് വേണ്ടിയും ഈ സംഗീത അയ്യരുടെ ചൊൽപ്പടിക്കനുസരിച്ചും പെരുമാറുന്ന രീതിയിലാണ് മുമ്പത്തെ ഹിസ്റ്ററി നമുക്കുള്ളത്. നമ്മളുടെ കയ്യിൽ അതിന് വേണ്ട തെളിവുകളുണ്ട്. അതിൽ പ്രകാരമാണ് ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത്തരം വിധിന്യായങ്ങൾക്ക് പിറകിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തുനിന്നടക്കമുണ്ടായിരുന്നു. അത് തന്നെയാണോ നിങ്ങളും ആരോപിക്കുന്നത്? പണ്ട് കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് സർക്കസ് കമ്പനികൾ ഉണ്ടായിരുന്നു. മൃഗസ്നേഹം പറഞ്ഞ് അത് പൊട്ടിച്ചതോടുകൂടി ഇന്ത്യൻ എക്കണോമിയുടെ ഒരു വലിയ ഭാഗം തന്നെ അവിടെ തകർന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കൾച്ചറിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെ എക്കണോമിയുടെയും വലിയൊരു ഭാഗമാണ് പൂരങ്ങളും ഉത്സവങ്ങളും. അത് തകർക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിപ്പോ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഇവരുടെ മുമ്പത്തെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവർ പല കാര്യങ്ങൾക്കും വിദേശ ഫണ്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സംസ്കാരം തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളുടെ പൂരങ്ങള്, ഇപ്പൊ ഈ തൃശ്ശൂർ പൂരം ഒരു പൂരം മാത്രം എടുത്തു നോക്കുക. അത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ അല്ലെങ്കിൽ എത്രയോ ആൾക്കാരുണ്ടായിരിക്കും. ഈ ഒരു സംസ്കാരം ഇതെല്ലാം നിർത്താൻ എളുപ്പമാണ്. രണ്ടാമത് തുടങ്ങുക എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല. ഇത് നടക്കാൻ വേണ്ടി ഇപ്പൊ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടിനെ എതിരെ ആൾക്കാർ പ്രതിഷേധിച്ച പോലെ കേരളത്തിൽ ഉണ്ടാവേണ്ടതാണ്. അത് നമ്മുടെ നിർഭാഗ്യവശാൽ അത്ര ഒരു പ്രതികരണം നമ്മുടെ നാട്ടിലില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അതിന്റെ സീരിയസ്നെസ് ആൾക്കാരിലേക്ക് എത്താത്തതുകൊണ്ടായിരിക്കാം. അല്ല, ഞാനൊരു കാര്യം ഒന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, നേരത്തെ പറഞ്ഞത് ജഡ്ജിയൊക്കെ ഈ തീരുമാനമെടുക്കുന്നത് പേറ്റ പോലെയുള്ള സംഘടനകൾക്ക് വേണ്ടിയിട്ടാണെന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചീഫ് ജസ്റ്റിസിന് പരാതി കൊടുക്കുന്നത്. ഈ സുപ്രീം കോടതിയുടെ റിട്ടയർ ചെയ്ത DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് അടക്കം ഈ പേറ്റയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളിൽ ഒരാളാണ്. അതായത് ഈ സംഘടനയ്ക്കൊപ്പം നിൽക്കുന്നവരിൽ ജുഡീഷ്യറിയുടെ തലപ്പത്ത് നിൽക്കുന്ന ഒരുപാട് പേരുമുണ്ട്. അപ്പോൾ ആ സംഘടനയുടെ ഒരു ഓതന്റിസിറ്റി ഒന്നും അങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഈ പെറ്റ എന്ന സംഘടന തന്നെ നടത്തിയിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും ഇതിനു മുമ്പും ഇതുപോലുള്ള മൃഗസംരക്ഷണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫണ്ട് തട്ടിക്കുന്ന പരിപാടികൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാം ഈ സംഘടനയുടെ പേര് ഉപയോഗിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോ ഈ പൂരം ഇതുപോലത്തെ ഉത്സവങ്ങളും നിർത്താൻ വേണ്ടിയിട്ട് ഈ പെറ്റ എന്ന സംഘടനയുടെ മുഖമുദ്രയാക്കി വെച്ചുകൊണ്ട് ഈ വിദേശ ഫണ്ടും കാര്യങ്ങളും ഉപയോഗിച്ച് പലരെയും വിലക്കെടുത്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ സംസ്കാരങ്ങൾ ഓരോന്നായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയ ലോബി തന്നെ ഉണ്ട്. വെങ്കിടാചലവും സംഗീത അയ്യരും ഉൾപ്പെടെ ഒരുപാട് പേര് ഇതിനു വേണ്ടി കൽപ്പിച്ചു കൂട്ടി നടക്കുന്നുണ്ട്. ഓക്കെ, ശ്രീ വിഷ്ണുദത്ത് മേനോൻ, ഈ പൂരങ്ങൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ കൃത്യമായിട്ട് നടക്കണം. ഉത്സവ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, ആചാരങ്ങളുടെ ഭാഗമാണെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പറയുന്ന വാദത്തിന് മറ്റൊരു ഉപോത്ബലകമായിട്ടുള്ള ഒരു വിഷയമുണ്ടല്ലോ. കാലം മാറുന്നതനുസരിച്ച് കൂടുതൽ പരിഷ്കൃതമാകണം, അല്ലെങ്കിൽ മൃഗങ്ങളോടടക്കം, പ്രത്യേകിച്ച് ആന എന്ന് പറയുന്ന ഒരു വന്യമൃഗത്തോടുള്ള സമീപനത്തിൽ ഈ തരത്തിൽ ഉള്ള ഒരു മാറ്റമൊക്കെയാണ് വരുത്തേണ്ടത്. കാരണം പല ആചാരങ്ങളും ഒരു 100 വർഷം മുമ്പുള്ള ആചാരങ്ങളല്ലല്ലോ ഇപ്പോൾ കേരളത്തിലുള്ളത്. അതനുസരിച്ച് ഒരു മാറ്റം വരുത്തണം. അതിനുള്ള ഒരു നിലപാട് കൂടിയാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അങ്ങനെ നിങ്ങൾ കാണുന്നേ ഇല്ല അല്ലേ? മാറ്റം വരുത്താനുള്ള ഒരു നിലപാടല്ല ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത്. നാട്ടാന പരിപാലന ചട്ടം രൂപപ്പെട്ടത് തന്നെ ഇതിന്റെ മാറ്റത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. പണ്ടത്തെ പോലെ ഒരുപാട് ഇപ്പൊ ഈ തടി എടുക്കുന്ന കാര്യത്തിനാണെങ്കിലോ അതല്ലെങ്കിൽ ഓവറായിട്ട് വെയിലത്ത് നടത്തിച്ചുകൊണ്ടുള്ള എഴുന്നള്ളിപ്പുകളാണെങ്കിലോ വെയിലത്ത് ഒരുപാട് ദൂരം നടത്തിക്കുക, അങ്ങനെ പണ്ട് നടന്നിരുന്ന പോലത്തെ ഒന്നുമല്ല ഇപ്പൊ നടക്കുന്നത്. അത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആനപരിപാലനത്തില് അത് നമ്മൾ പിന്തുടരുന്ന ഒരു കാര്യമാണ്. മാറ്റങ്ങൾ വേണം, അത് തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷെ മാറ്റം എന്നുള്ളത് ഒന്നിനെ അവസാനിപ്പിക്കുന്ന ഒന്നാവരുത്. അതായത് തൃശ്ശൂർ പൂരം പോലെയോ അല്ലെങ്കിൽ ആറാട്ടുപുഴ പൂരം പോലെയോ 1000 വർഷങ്ങൾക്ക് മീതെ പഴക്കമുള്ള ഈ ഇത്രയും നല്ല ആചാരങ്ങള് ഒറ്റയടിക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവരുത് ഒരു നിയമം. മാറ്റങ്ങൾ വേണം, നല്ല മാറ്റങ്ങൾ വേണം. അതായത് ആന ഒരു വന്യജീവിയാണ്, അതിനെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വേണം. അത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്. നമ്മളത് ഒരു നാട്ടാന പരിപാലന ചട്ടം ഓൾറെഡി ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്തിട്ടാണ് ഇന്ന് കേരളത്തിലെ 90% ആന മുതലാളിമാരും ആ ഒരു നിയമം പാലിച്ചുകൊണ്ട് തന്നെയാണ് ആനകളെ പരിപാലിക്കുന്നത്. അതിന് മീതിയാണ് ഇപ്പൊ ഈ നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ നാട്ടാന പരിപാലന ചട്ടം എന്ന് പറഞ്ഞൊരു സംഭവം ഓൾറെഡി നമ്മുടെ നാട്ടിലുണ്ട്. അതില് വിശദമായി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മള് ഈ പറഞ്ഞ പോലെ 3-4 മണിക്കൂർ എഴുന്നള്ളിക്കുള്ളൂ, അതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ അതിലും ഉണ്ട്. പക്ഷെ ചില പൂരങ്ങൾക്ക്, അതായത് ആറാട്ടുപുഴ, തൃശ്ശൂർ പൂരം, അതുപോലെയുള്ള ചില പൂരങ്ങൾക്ക് അവിടുത്തെ ചടങ്ങിനനുസരിച്ചിട്ട് നമുക്ക് ചില മാറ്റങ്ങൾ വേണ്ടിവരും. എല്ലാ പൂരത്തിനും അല്ല പറയുന്നത്. മുക്കാൽ ഭാഗം കേരളത്തിൽ നടക്കുന്ന ഉത്സവങ്ങളെല്ലാം
നാട്ടാന പരിപാലന ചട്ടം അനുസരിച്ചുകൊണ്ട് നടക്കുന്ന രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ വിഷ്ണു ദത്ത് മേനോൻ. ഏതായാലും പേട്ട എന്ന സംഘടന വിദേശ ഫണ്ട് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പൂരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ജഡ്ജിമാരുടെ തീരുമാനമെന്ന തർക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുകൂടിയാണ് ചീഫ് ജസ്റ്റിസിന് പരാതി പൂരപ്രേമി സംഘം നൽകിയിരിക്കുന്നത്.